വൈകിട്ട് നോമ്പ് തുറയ്ക്ക് മുറ്റത്ത് വെച്ച് ഈ കോഴിയെ ചുട്ട് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും വലിയ മഴ വീണു. ഇനിയിപ്പം മറ്റെന്തെങ്കിലും മാർഗം നോക്കണം. ഇവിടെ ഒരു 3 മെറ്റൽ പീസ് പൈപ്പുകൾ ഇരിപ്പുണ്ട്. അത് വെച്ച് ഒരു സ്റ്റാൻഡ് വെൽഡ് ചെയ്ത് അതിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, കാർ പോർച്ചിലെങ്കിലും വെച്ചിട്ട്. എന്തായാലും പുള്ളിക്കാരൻ നല്ല കോൺഫിഡൻസിലാണ്. ഇത് നമ്മളത് എങ്ങനെയെങ്കിലും സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കാർ പോർച്ചിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ജോലി എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എടുത്തു തരാനും ഒക്കെ ആയിട്ട് കണ്ടില്ലേ കൂടെ നിൽക്കുകയാണ്. ഏതായാലും 1.5 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു GI പൈപ്പിൻ്റെ തുണ്ട് കഷ്ണം പഴയത് ഇവിടെ കിടന്ന് കിട്ടി. അത് ഏകദേശം 1 അടി നീളമുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 2ആയിട്ടൊന്ന് മുറിച്ച് 2 പീസാക്കി എടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ചിക്കൻ കയറ്റി വെക്കുന്നതിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചീള് നന്നായിട്ട് കണ്ണിലോട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണാടി ഒന്ന് വെച്ചേക്കാം. മഴ ഒരു രക്ഷയില്ല, തകർത്ത് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഇതിപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വണ്ടിയും കാറും സൈക്കിളും ഒക്കെ ഇരിക്കുന്ന കാരണം ഒട്ടും സ്ഥലമില്ല. അടുത്തത് നമുക്ക് ആ മെറ്റൽ, അതിൻ്റെ ഒരു പൈപ്പ്, സ്ക്വയർ പൈപ്പ്, അത് നമുക്ക് ഇവിടെ ഇരുന്നത് ഒരു വലിയ പീസിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മുകളിലേക്ക് ഉള്ള ഹൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോഴേ നമുക്ക് സ്റ്റാൻഡ് വെൽഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അധികം കട്ടിയൊന്നും ഇല്ലാത്ത പൈപ്പായത് കാരണം നമുക്കൊരു 80 ആംപിയറൊക്കെ സെറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ആ പൈപ്പ് കിഴിഞ്ഞു പോകും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത 3 അടിയുടെ ഒരു പൈപ്പായിരുന്നു നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത്. അതിൽ 1.5 അടി വരുന്ന ഒരു പൈപ്പ് വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഒരു ബേസിനകത്തേക്ക് വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് 2ആക്കിയ പൈപ്പിൻ്റെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്തതോടുകൂടി നമുക്ക് ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇതുപോലത്തെ 2 സ്റ്റാൻഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡായി. ഇതുപോലെ ഉറപ്പുള്ള തറയിൽ, ടെറസിന് മുകളിൽ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു 2 ലെയർ കണ്ണാടി ആയതുകൊണ്ട് തല ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ പൊക്കിയും താഴ്ത്തിയൊക്കെ നോക്കി വേണം സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട്, വെൽഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അല്പം പ്രയാസമാണ്, രാത്രിയിലായതുകൊണ്ട് പ്രത്യേകിച്ചും. എങ്കിലും ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സ്ലോപ്പുള്ള തറയാണ്. അവിടെ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡൊക്കെ ചരിഞ്ഞൊക്കെ ഇരിക്കും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഒപ്പിക്കാം. 2 സ്റ്റാൻഡ് നമുക്കിപ്പോൾ റെഡിയായി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഈറത്തണ്ടെടുത്ത് ഇതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതിനകത്തൂടെയാണ് നമ്മൾ ചിക്കൻ കോർത്ത് വെക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ സ്റ്റാൻഡ് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ കാലിൽ നല്ല ബലമുള്ള 2-3 പാറ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഫിസു ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് വെച്ച ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ഇത്രയും കൂടെ വയ്ക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ 2-3 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ മസാലയൊക്കെ തേച്ച് ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി ഇവിടെ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ ഞാൻ കുറച്ച് മണൽ എന്തായാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ തറയിൽ ഡയറക്റ്റായിട്ട് തീയിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മണൽ ആദ്യം നമുക്ക് പേപ്പറിൻ്റെ മുകളിലേക്ക് നിരത്തി അതിന് പുറത്ത് കുറച്ച് അറക്കപ്പൊടിയൊക്കെ വിതറി അതിന് മുകളിൽ നമുക്ക് അടുപ്പ് കൂട്ടി തീ കത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അടിയിലേക്ക് ചിലപ്പം ചൂടടിച്ച് തറയ്ക്ക് എന്തെങ്കിലും പൊട്ടലോ വല്ലതും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കരുതൽ എന്നുള്ള നിലയിൽ കുറച്ച് മണൽ നേരത്തെ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. എന്തായാലും ഭാഗ്യത്തിന് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അതെടുത്ത് മാറ്റി വെച്ചിരുന്നത് കൊണ്ട് അത് വിരിച്ചതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ ഇച്ചിരി അല്പം അറക്കപ്പൊടിയും വിറകും എല്ലാം ഇവിടെ നിരത്തിയിട്ട് നമുക്ക് ഒരടുപ്പ് കൂട്ടാവുന്നതാണ്. മണൽ നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നിരത്തി കൊടുക്കാം. അത് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിൽ അറക്കപ്പൊടി നിരത്താവുന്നതാണ്. അറക്കപ്പൊടിയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അറക്കപ്പൊടി ചെറുതൊന്നും നനച്ചു കൊടുക്കാം. ഈ അറക്കപ്പൊടി എന്ന് പറയുന്നത് ഉമിയുടെയൊക്കെ കൂട്ട് നല്ല ചൂടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നനച്ചാണ് നമ്മൾ ഈ കുറ്റിയടുപ്പിലൊക്കെ നിറയ്ക്കുന്നത്. നനച്ച അറക്കപ്പൊടി നമുക്ക് ഈ മണ്ണിലൂടെ വിതറി കൊടുക്കാം. ഒന്ന് നനച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കത്തി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ വിതറി കൊടുക്കാം. മണ്ണിന് അറക്കപ്പൊടിയിൽ കുറച്ച് ഉണങ്ങിയ അറക്കപ്പൊടിയും കൂടെ ചേർക്കാൻ പോകുന്നു. നമ്മൾ ചെറുതായിട്ട് നനച്ച അറക്കപ്പൊടിയുടെ മുകളിലായിട്ട് നല്ല ഉണങ്ങിയ അറക്കപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ചിരട്ടയും തൊണ്ടും
ഉണങ്ങിയ ചൂട്ടുമാണ് നമ്മൾ ഇതിന്റെ പുറത്തോട്ട് അടുക്കാൻ പോകുന്നത്. നമ്മൾ നന്നായിട്ട് വെട്ടി ഒരറ്റം മാത്രം ഇങ്ങനെ കൂമ്പിപ്പിച്ച നല്ല ഈറത്തണ്ടാണ്, നല്ല ബലമുള്ള ഈറത്തണ്ടാണ്. അപ്പൊ ഇതിലൂടെയാണ് നമ്മൾ ചിക്കൻ കോർത്തിട്ട് നമ്മൾ അടുപ്പിന് മുകളിലോട്ട് വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് ഈറയില്ലെങ്കിൽ മുളയുടെ കമ്പായാലും മതി. നല്ല ബലമുള്ള ഒരു കമ്പ് എടുത്തിട്ട് പൊരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ അടുപ്പ് നന്നായിട്ടൊന്ന് കത്തിയിട്ട് തീയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നാൽ മാത്രമേ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഈറയ്ക്കകത്ത് ചിക്കൻ കോർത്തിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ തീ നന്നായിട്ടൊന്ന് കത്തിയെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഒന്ന് കോർത്ത് എടുക്കാൻ പോവാണ്. നമ്മുടെ ഈറ്റക്കമ്പിനകത്തോട്ട്, ഈറക്കമ്പിനകത്ത്. എന്റെ കാലും കഴുത്തുമൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകും. ഇതിനായിട്ട് നമ്മൾ ഈ മുളയോ ഈറയോ ഉപയോഗിച്ചാൽ എത്ര ചൂടടിച്ചാലും ആ കമ്പ് കത്തിപ്പോകത്തില്ല. ഹെഡ്ലൈറ്റൊക്കെ ഉപയോഗിച്ച് ചിക്കൻ പീസിനകത്തോട്ട് വെളിച്ചമൊക്കെ അടിച്ച് അതെങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം സമയമാകുന്നു. ഏകദേശം നന്നായിട്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ ഉള്ള കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി.
അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കൂടെ ഒന്ന് കത്തി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാമെന്ന് തോന്നുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത് വെന്തിട്ടുണ്ട്. അപ്പം ഇനി അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനകത്തുനിന്ന് ഇത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ചിക്കൻ്റെ കഴുത്ത് നമ്മൾ ആ കമ്പിക്കകത്തുനിന്ന് അങ്ങ് അഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ അതിങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.